ഗുഡ് ഈവനിങ് ഓൾ ഓഫ് യു. വെൽക്കം ബാക്ക് ടു കെമിസ്ട്രി ക്ലാസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മെറ്റൽസിൻ്റെ പ്രോപ്പർട്ടീസൊക്കെ കംപ്ലീറ്റ് ചെയ്തു അല്ലേ? എന്തൊക്കെയായിരുന്നു പ്രോപ്പർട്ടീസ്? മാലിയബിലിറ്റി, ഡക്റ്റിലിറ്റി, തെർമൽ കണ്ടക്ടിവിറ്റി, ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി, ഹൈ മെൽറ്റിംഗ് പോയിൻറ്റ്, മെറ്റാലിക് ലസ്റ്റർ, ഹാർഡ്നെസ്, സൊണോരിറ്റി അല്ലേ? ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മളൊരു സ്മോൾ ടോപ്പിക്കാണ് എടുക്കാൻ പോകുന്നത്. നമ്മുടെ ചാപ്റ്റർ ഏകദേശം കംപ്ലീറ്റ് ആവാനായിട്ടുണ്ട്. അപ്പോൾ ഒരു ചെറിയ ടോപ്പിക്കാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കുറേ നമ്മുടെ ഡെയിലി ലൈഫിൽ സംഭവിക്കുന്ന കുറേ സിറ്റുവേഷൻസ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് വൺ നോക്കൂ. അയൺ പാർട്ടിക്കിൾസ് കെപ്റ്റ് ഔട്ട്സൈഡ് അവർ ഹൗസസ് ഗെറ്റ് ഡിസ്ട്രോയിഡ് ത്രോ റെസ്റ്റിംഗ് ഓവർ എ പീരീഡ് ഓഫ് ടൈം. അല്ലേ, നമ്മുടെ വീടിന് പുറത്തൊക്കെ ഇട്ടിട്ടുള്ള അയൺ ആർട്ടിക്കിൾസൊക്കെ കുറേ കാലം കഴിയുമ്പോൾ തുരുമ്പ് പിടിക്കുന്നതായിട്ട് കാണാം അല്ലേ? റെസ്റ്റ് ചെയ്യുന്നതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. Then gold, silver and platinum are usually used for making ornaments. നമ്മൾ ലോങ് ലാസ്റ്റ് ചെയ്യുന്ന ഓർണമെൻറ്റ്സ് ഒക്കെ ഉണ്ടാക്കാൻ ഗോൾഡ്, സിൽവർ, പ്ലാറ്റിനം ഒക്കെയാണ് യൂസ് ചെയ്യുക അല്ലേ? ദെൻ നെക്സ്റ്റ് വൺ, ബട്ടർ മിൽക്ക് ഈസ് നോട്ട് സ്റ്റോർഡ് ഇൻ അലുമിനിയം വെസൽസ്. നമ്മുടെ മോര്, തൈര് ഇതൊന്നും നമ്മൾ അലുമിനിയം വെസൽസിൽ സ്റ്റോർ ചെയ്യാറില്ല. സ്റ്റീലിൻ്റെ വെസൽസൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ളത് പറഞ്ഞാൽ നമ്മുടെ ഈ മോര്, തൈരൊക്കെ സൂക്ഷിക്കാൻ നല്ലതായിട്ടുള്ളത് ഒന്നുകിൽ ഗ്ലാസിൻ്റെ ജാറുകൾ അല്ലെങ്കിൽ നമ്മുടെ മണ്ണിൻ്റെ കുടങ്ങളൊക്കെ ഉണ്ടല്ലോ, മൺകുടങ്ങൾ, അതിലൊക്കെയാണ് നല്ലത്. അപ്പം ബട്ടർ മിൽക്ക്, അതായത് മോര്, അതൊന്നും നമ്മൾ അലുമിനിയം വെസൽസിൽ സൂക്ഷിക്കാറില്ല. ദെൻ നെക്സ്റ്റ് വൺ, വേർഡിഗ്രീസ് ഈസ് ഫോംഡ് ഓൺ കോപ്പർ വെസൽസ്. കോപ്പർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെമ്പിൻ്റെയൊക്കെ പാത്രങ്ങളുണ്ടല്ലോ, ഈ കോപ്പർ വെസൽസൊക്കെ കുറേ കഴിയുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു പച്ച കളർ വരും അല്ലേ? അതെന്താ? അതിന് നമ്മൾ പറയും ക്ലാവ് പിടിക്കുകയെന്ന് അല്ലേ? ക്ലാവ് പിടിച്ചതാണെന്ന് പറയും. അത് വേർഡിഗ്രീസ് ഫോം ചെയ്യുകയാണ്. വേർഡിഗ്രീസ് ഈസ് ഫോംഡ് ഓൺ കോപ്പർ വെസൽസ്. അപ്പോൾ കോപ്പർ വെസൽസിലൊക്കെ വേർഡിഗ്രീസ് ഫോം ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മളെല്ലാം ഡെയിലി ലൈഫിൽ നമ്മളെല്ലാവരും ദിവസവും കാണുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ കാരണം എന്താണ്? ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ എന്താ കാരണം? ഇതൊക്കെ ഓരോ മെറ്റൽസ് ആണല്ലേ? അയേൺ ആയാലും ഗോൾഡ്, സിൽവർ, പ്ലാറ്റിനം, അലുമിനിയം, കോപ്പർ, ഇതൊക്കെ മെറ്റൽസ് ആണ്. അപ്പോൾ ഈ മെറ്റൽസിന് ഇങ്ങനെ സംഭവിക്കാനുള്ള കാരണം എന്താണ്? മെറ്റൽസ് റിയാക്ട് വിത്ത് അറ്റ്മോസ്ഫിയറിക് എയർ, വാട്ടർ ആൻഡ് ആസിഡ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് മെറ്റൽസിൻ്റെ ഡിഫറെൻറ്റ് റിയാക്ഷൻസ് ആണ്. മെറ്റൽസ് അറ്റ്മോസ്ഫിയറിക് എയറുമായിട്ട് റിയാക്ട് ചെയ്യും, വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യും, ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യും. അതിൻ്റെയൊക്കെ കാരണം കൊണ്ടാണ് ഈ ഒരു സിറ്റുവേഷൻസൊക്കെ നമ്മുടെ ലൈഫിൽ വരുന്നത്. ഇപ്പം നമ്മൾ ഈ ഒരു ബട്ടർ മിൽക്ക് ആയാലും കേർഡായാലും അതിലൊക്കെ ആസിഡിറ്റി ഉണ്ട് അല്ലേ? അതിലുള്ള ആസിഡ് ഏതാണ്? ലാക്റ്റിക് ആസിഡാണ്. അപ്പോൾ ഈ ലാക്റ്റിക് ആസിഡ് നമ്മുടെ അലുമിനിയം വെസലിൽ അലുമിനിയം എന്ന മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്യും. അപ്പോൾ ചില കെമിക്കൽസൊക്കെ ഫോം ചെയ്യും. അപ്പോൾ അത് നമ്മുടെ ഒരു ബോഡിക്ക് ഹാംഫുൾ ആയിട്ടുള്ളതായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ അലുമിനിയം വെസൽസിൽ ഇതൊന്നും സൂക്ഷിക്കാത്തത്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ഡെയിലി ലൈഫിൽ ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ട്. അതിനൊക്കെ കാരണം മെറ്റൽസിൻ്റെ റിയാക്ഷൻസ് ആണ്, ഡിഫറെൻറ്റ് റിയാക്ഷൻസ് ആണ്. അപ്പോൾ ഇത് നോക്കൂ, കുറച്ച് പിക്ചേഴ്സ് കണ്ടില്ലേ? ഇതിലിപ്പം ഈ ഒരു ചെയിന് കണ്ടോ, നല്ല മെറ്റലിൻ്റെ അയേണിൻ്റെ ചെയിനായിരുന്നു. അത് കുറച്ച് കാലം നമ്മളിങ്ങനെ പുറത്തിട്ട് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഇങ്ങനെ റസ്റ്റ് ചെയ്യും. ഇത് കണ്ടില്ലേ? കോപ്പറിൻ്റെ ഒരു പൈപ്പാണ്. ആ പൈപ്പിൽ വേർഡിഗ്രീസ് ഫോം ചെയ്തിട്ടുള്ളത് കണ്ടില്ലേ? ഗ്രീൻ കളറിൽ വേർഡിഗ്രീസ് ഫോം ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇതിനൊക്കെ കാരണം മെറ്റൽസിൻ്റെ ഡിഫറെൻറ്റ് റിയാക്ഷൻസ് ആണ്. ഇപ്പോൾ ഫസ്റ്റ് വൺ ഈസ് റിയാക്ഷൻ ഓഫ് മെറ്റൽ വിത്ത് എയർ. എയറുമായിട്ടുള്ള മെറ്റൽസിൻ്റെ റിയാക്ഷൻ. When metals come into contact with the atmosphere, they undergo chemical reaction with different components of air. As a result, the metal loses its luster and gets tarnished. മെറ്റൽസ് നമ്മുടെ അറ്റ്മോസ്ഫിയറുമായിട്ട് കോണ്ടാക്റ്റിൽ വരുമ്പോൾ അറ്റ്മോസ്ഫിയറിലുള്ള ഡിഫറെൻറ്റ് കോമ്പണൻസുമായിട്ട് മെറ്റൽ റിയാക്ട് ചെയ്യുന്നു. നമുക്കറിയാം അറ്റ്മോസ്ഫിയറിക് എയറിൽ ഒരുപാട് എലമെൻറ്റ്സ് ഉണ്ട് അല്ലേ? ഓക്സിജൻ, നൈട്രജൻ, അങ്ങനെ ഒരുപാട് എലമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇതുമായിട്ടൊക്കെ നമ്മുടെ മെറ്റൽ റിയാക്ട് ചെയ്യുകയും അതിൻ്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കും? അതിൻ്റെ ആ ഒരു മെറ്റാലിക് ലസ്റ്റർ, അതിൻ്റെ തിളക്കം നഷ്ടപ്പെടുന്നു. മെറ്റാലിക് ലസ്റ്റർ നഷ്ടപ്പെടുന്നു. it loses its luster and get tarnished.
ഇനി അതിനൊക്കെയുള്ള എക്സാമ്പിൾസ് ആണ്. അപ്പം വെൻ എ സോഡിയം മെറ്റൽ ഈസ് കട്ട് യൂസിങ് എ നൈഫ് വി ക്യാൻ ഒബ്സർവ് എ മെറ്റാലിക് ക്ലസ്റ്റർ അറ്റ് ന്യൂലി ഫോംഡ് സർഫസ്. അല്ലേ, ഒരു നിങ്ങൾ കണ്ടിട്ടുണ്ട് കഴിഞ്ഞ ചാപ്റ്ററിൽ ഞാൻ സോഡിയം കാണിച്ചു തന്നിട്ടുണ്ട്, പിക്ചറൊക്കെ കാണിച്ചു തന്നാണ് സോഡിയം മെറ്റലിൻ്റെ. സോഡിയം മെറ്റൽ പറഞ്ഞാൽ വെരി സോഫ്റ്റ് ആണ്, അതിനെ നമുക്കൊരു കത്തി കൊണ്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നല്ലൊരു ഷൈനി അപ്പിയറൻസ് ഉണ്ടാവും, മെറ്റാലിക് ക്ലസ്റ്റർ ആണ്. പക്ഷേ കുറച്ച് സമയം നമ്മൾ അറ്റ്മോസ്ഫറിക് എയറിൽ അത് ഓപ്പണായി വെച്ചാൽ തന്നെ അതിൻ്റെ ആ ഒരു തിളക്കം നഷ്ടപ്പെടും. അതിന് കാരണം എന്താണ്? സോഡിയം മെറ്റൽ റിയാക്ട് വിത്ത് അറ്റ്മോസ്ഫറിക് എയറിലുള്ള പാർട്ടിക്കിൾസുമായിട്ട് സോഡിയം മെറ്റൽ റിയാക്ട് ചെയ്തതുകൊണ്ടാണ് അതിൻ്റെ ആ ഒരു മെറ്റാലിക് ക്ലസ്റ്റർ നഷ്ടപ്പെട്ടത്. പിന്നെ അതുപോലെ വേറൊരു എക്സാമ്പിളാണ് വെൻ അലുമിനിയം വയർ റബ് വിത്ത് എ സാൻഡ് പേപ്പർ ഉപയോഗിച്ച് റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നല്ല ഷൈനി അപ്പിയറൻസ് ഉണ്ടാവും, മെറ്റാലിക് ക്ലസ്റ്റർ ഫോം ചെയ്യും. പക്ഷെ വിത്തിൻ എ ഫ്യൂ ഡേയ്സ് ഇറ്റ് ഗെറ്റ് ടാർണിഷ്ഡ്. ഇറ്റ് ഈസ് ഡ്യൂ ടു ദ റിയാക്ഷൻ ഓഫ് അലുമിനിയം വിത്ത് അറ്റ്മോസ്ഫറിക് എയർ. ഇവിടെയും വരുന്ന എന്താണ്? അലുമിനിയം എന്ത് ചെയ്യാണ്? അറ്റ്മോസ്ഫറിക് എയറുമായിട്ട് റിയാക്ട് ചെയ്യുകയാണ്. അതുകൊണ്ടാണ് അവിടെ എന്ത് വരുന്നത്? അങ്ങനെ ആ ഒരു മെറ്റാലിക് ക്ലസ്റ്റർ നഷ്ടപ്പെടുന്നത്, ആ തിളക്കം നഷ്ടപ്പെടാൻ കാരണം. ഇതേ കാരണം തന്നെയാണ് എയറുമായിട്ട് റിയാക്ട് ചെയ്യുന്നത് കൊണ്ടാണ് കോപ്പറിൻ്റെ വെസൽസിൽ, കോപ്പറിലൊക്കെ എന്ത് സംഭവിക്കുന്നത്? വേർഡിഗ്രീസ് ഫോം ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മുടെ അയൺ ആർട്ടിക്കിൾസിൽ റസ്റ്റിംഗ് വരുന്നതും ഈ ഒരു എയറുമായിട്ടുള്ള റിയാക്ഷൻസ് കാരണമാണ്. അപ്പോൾ മെറ്റൽസ് അറ്റ്മോസ്ഫറിക് എയറിലുള്ള ഡിഫറെൻറ്റ് കമ്പോണൻസുമായിട്ട് റിയാക്ട് ചെയ്യുകയും അതിൻ്റെ ഫലമായിട്ട് മെറ്റൽസിൻ്റെ മെറ്റാലിക് ക്ലസ്റ്റർ ലോസ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ ഇതാണ് ഫസ്റ്റ് റിയാക്ഷൻ ഓഫ് മെറ്റൽ വിത്ത് എയർ. ഈ നെക്സ്റ്റ് റിയാക്ഷൻ ഓഫ് മെറ്റൽസ് വിത്ത് വാട്ടറുമായിട്ട് മെറ്റൽസിൻ്റെ റിയാക്ഷൻ. അത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു എക്സ്പെരിമെൻറ്റ് പറഞ്ഞിട്ടുണ്ട്. രണ്ട് മെറ്റൽസിൻ്റെ വാട്ടറുമായിട്ടുള്ള റിയാക്ഷൻ കമ്പയർ ചെയ്യാനാണ്. അപ്പോൾ എക്സ്പെരിമെൻറ്റ് നോക്കാം. Take 2 beakers and fill 3/4 of them with water. Put a small piece of sodium in the first beaker and a piece of copper in the second beaker. Observe the reaction. അപ്പോൾ ഇവിടെ 2 ബീക്കേഴ്സ് എടുത്തിട്ട് അതിൽ ഒരു 1/4 ഭാഗം വാട്ടർ എടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് ബീക്കറിലേക്ക് ഒരു സ്മോൾ പീസ് ഓഫ് സോഡിയവും സെക്കൻഡ് ബീക്കറിലേക്ക് കോപ്പറുമാണ് ഇടാൻ പറഞ്ഞിട്ടുള്ളത്. കോപ്പർ എന്നാൽ ചെമ്പാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കറിയാം ഇതിൻ്റെ റിയാക്ഷൻ എന്തായിരിക്കും? സോഡിയത്തിൻ്റെ വാട്ടറുമായിട്ടുള്ള റിയാക്ഷൻ നിങ്ങൾ ഓൾറെഡി കെമിക്കൽ ചേഞ്ചസ് എന്ന ചാപ്റ്ററിൽ കണ്ടിട്ടുള്ളതാണ്. സോഡിയം മെറ്റലിൻ്റെ ഒരു പീസ് ഇടുമ്പോഴേക്കും അത് ഭയങ്കരമായിട്ട് കത്തി പിടിച്ച് പൊട്ടിത്തെറിച്ച് റിയാക്ട് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട് അല്ലേ? ഈ പിക്ചർ നോക്കൂ, ഇത് സോഡിയം വാട്ടറിലിടുമ്പോഴുള്ള റിയാക്ഷൻ്റെ പിക്ചറാണ്. കണ്ടില്ലേ? തീ പിടിച്ച് കത്തുന്ന കണ്ടില്ലേ? പക്ഷേ നമ്മളൊരു ചെമ്പിൻ്റെ കഷ്ണം ഒരു വാട്ടർ എടുത്ത് അതിലിട്ട് കഴിഞ്ഞാൽ അതിന് റിയാക്ഷനൊന്നും ഉണ്ടാവില്ല. കുറേ നേരം ഇട്ട് കഴിഞ്ഞാലും വലിയ റിയാക്ഷനൊന്നും നടക്കില്ല. അപ്പോൾ ഈ 2 മെറ്റൽസിൽ സോഡിയം മെറ്റൽ എന്ത് ചെയ്യുന്നുണ്ട്? സോഡിയം മെറ്റൽ റിയാക്ട് വിഗറസ്ലി വിത്ത് വാട്ടർ. കോപ്പർ ഡസ് നോട്ട് റിയാക്ട് വിത്ത് വാട്ടർ. സോഡിയം മെറ്റൽ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഹൈഡ്രജൻ ഗ്യാസ് ഫോം ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അവിടെ ഇങ്ങനെ എക്സ്പ്ലോസീവായിട്ട് കാണുന്നത്. ഹൈഡ്രജൻ എക്സ്പ്ലോസീവാണ്. അപ്പോൾ ഹൈഡ്രജൻ ഗ്യാസ് ഈസ് ഫോംഡ് ഡ്യൂറിങ് ദ റിയാക്ഷൻ ഓഫ് സോഡിയം വിത്ത് വാട്ടർ. സോഡിയം വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഹൈഡ്രജൻ ഗ്യാസ് ഫോം ചെയ്യുന്നു. സോഡിയം വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഹൈഡ്രജൻ ഗ്യാസും അതുപോലെ സോഡിയം ഹൈഡ്രോക്സൈഡുമാണ് ഫോം ചെയ്യുക. സോഡിയം റിയാക്ട് വിത്ത് വാട്ടർ ടു ഫോം സോഡിയം ഹൈഡ്രോക്സൈഡ് ആൻഡ് ഹൈഡ്രജൻ. ഈ റിയാക്ഷൻ്റെ വീഡിയോ നിങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ട്, കഴിഞ്ഞ ചാപ്റ്ററിൽ കാണിച്ചു തന്നിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എങ്ങനെ എഴുതാം? 2Na+ 2H2O gives 2NaOH plus H2. NaOH ആണ് സോഡിയം ഹൈഡ്രോക്സൈഡ്. Na എന്ന് പറയുന്നത് സോഡിയത്തിൻ്റെ സിമ്പലാണ്. അപ്പോൾ സോഡിയം വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ സോഡിയം ഹൈഡ്രോക്സൈഡും ഹൈഡ്രജൻ ഗ്യാസും ഫോം ചെയ്യുന്നു. പക്ഷേ എല്ലാ മെറ്റൽസും വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുന്നൊന്നുമില്ല അല്ലേ? ഇപ്പോൾ കോപ്പർ റിയാക്ട് ചെയ്യുന്നില്ല. അപ്പോൾ അണ്ടർ ഫേവറബിൾ കണ്ടീഷൻ സർട്ടൈൻ മെറ്റൽസ് റിയാക്ട് വിത്ത് വാട്ടർ ടു ഫോം ഹൈഡ്രജൻ ഗ്യാസ്. പക്ഷെ വാട്ടറുമായിട്ട് റിയാക്ട്